ഇപ്പോൾ ബി.ജെ.പിയുടെ നേതാവായ സി.വി. സജനി നമ്മോടൊപ്പമുണ്ട്. സജനി, ഹരിയാനയിലെ കാര്യങ്ങൾ നേരത്തെ വിഷ്ണു പറഞ്ഞു കഴിഞ്ഞു. 10 വർഷം തുടർച്ചയായി ബി.ജെ.പി ഭരിച്ചു. അവിടുത്തെ ഒരു സവിശേഷത എന്തെന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നെല്ലാം വിഭിന്നമായി ഈ മതേതര പാർട്ടികളുടെ വോട്ടുകൾ 4ആയാണ് ഭിന്നിക്കപ്പെടുന്നത്. ഒരു വശത്ത് കോൺഗ്രസ്, അതിൻ്റെ ഒപ്പം തന്നെ ജെ.ജെ.പി മത്സരിക്കുന്നു. ജെ.ജെ.പി ബി.എസ്.പിയുമായി സഖ്യമുണ്ടാക്കി മത്സരിക്കുന്നു. INLD ചന്ദ്രശേഖർ ആസാദിൻ്റെ ഭീമാർമി പാർട്ടിയുമായിട്ട് ആ രീതിയിൽ മത്സരിക്കുന്നു. അപ്പോൾ മതേതര വോട്ടുകളെല്ലാം ഭിന്നിക്കപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായും അത് ബി.ജെ.പിക്ക് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമവാക്യം നോക്കുകയാണെങ്കിൽ ഗുണകരമാകേണ്ടതാണ്. പക്ഷേ നിലവിൽ പുറത്തു വന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം പറയുന്നത് അവിടെ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നു. ബി.ജെ.പിയുടെ ഒരു അജണ്ട ഏറ്റവും ശക്തമായ രീതിയിൽ നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ്. അവിടെ ബി.ജെ.പി വലിയൊരു പരാജയത്തിലേക്ക് പോകുന്നു. ഇതാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് ബി.ജെ.പി കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ? ഈ ചോദ്യം എന്നോടാണോ? അതെ, തീർച്ചയായിട്ടും. എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രം അനുസരിച്ചാണോ ഇവിടെ ഇന്നുവരെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്? അല്ല, തീർച്ചയായിട്ടും അല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നമ്മുടെ മുന്നിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ തെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ പോലും അവർ പറയുന്നു ശരിയാവാം, തെറ്റാം. ലോക്സഭയിൽ മാത്രമല്ല, ഇപ്പം രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ ഉൾപ്പെടെ അവിടെയൊക്കെ നിയമസഭയിലേക്ക് ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് നടന്ന കാലത്ത് പുറത്തു വന്നിരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് ബി.ജെ.പിക്ക് അനുകൂലമായിരുന്നില്ലല്ലോ. അനുകൂലമായതുകൊണ്ട് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഹരിയാനയിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അവിടെയുള്ള കർഷകർ, അവിടെയുള്ള ജാറ്റ് ബോട്ടുകൾ, ഏതാണ്ട് എല്ലാ കുടുംബങ്ങളും, ഏതാണ്ട് 4 വീടുകൾ, ഒരു വീട്ടിൽ ഒരു പട്ടാളക്കാരൻ, ഡിഫൻസിൽ ഒരാൾ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. അവർക്കെല്ലാം, അതായത് ഇപ്പൊ ഹരിയാനയിലെ ആളുകള്, ഹരിയാനയിലെ കർഷകർ സമരം അവസാനിപ്പിച്ചുവല്ലോ. അവർക്ക് ഈ സർക്കാരിന്റെ നയങ്ങൾ മനസ്സിലായല്ലോ. അത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങളാണ്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തന്നെ മനസ്സിലായല്ലോ. 24 വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേക അവർക്ക് കർഷകർക്ക് മുഴുവൻ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. സ്ത്രീകൾ, ആ രംഗത്തുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണിത്. ഈ പദ്ധതികളെല്ലാം അത് ജനങ്ങളുടെ നന്മയ്ക്ക് ഉതകുന്നതാണ്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന യാഥാർത്ഥ്യം ഹരിയാനയിലെ ജനങ്ങൾക്കറിയാം. അതിന്റെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആ യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. ബാക്കിയുള്ളതെല്ലാം ചില, അതായത് ഒരു അരമണിക്കൂർ 1 മണിക്കൂറിനുള്ളില് റിസൾട്ട് വരുമല്ലോ. ആ സമയത്തേക്ക് നമുക്കതിന് യാഥാർത്ഥ്യം മനസ്സിലാക്കുക തന്നെ ചെയ്യാം. അതായത് ഈ ഇത്രയധികം പട്ടാളക്കാരുള്ള ഒരു സംസ്ഥാനം, ഇവർക്കറിയാം സൈന്യത്തിലുള്ളവർക്ക് നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല ബൂട്ടുകള്, എന്തിന് അവർ ആ യുദ്ധഭൂമിയിൽ അവരുടെ ജീവിതം ഹോമിക്കപ്പെട്ടാല് ആ മൃതദേഹം എല്ലാവിധ ഔദ്യോഗിക ബഹുമതികളിലും കൂടെ നാട്ടിലെത്തിക്കാൻ തുടങ്ങിയത് ആരുടെ കാലത്താണ്? പക്ഷേ ഇപ്പൊ ജോലിയില്ല. അഗ്നിവീർ വന്നതിന് ശേഷം, അഗ്നിവീർ പദ്ധതി വന്നതിന് ശേഷം സൈന്യത്തിൽ എത്ര പേർക്ക് സ്ഥിരം നിയമനം ലഭിക്കുന്നുണ്ട്? ഒരു താൽക്കാലിക ജോലിയല്ലേ, ആ കാലാവധി കഴിഞ്ഞാൽ അവർ വീട്ടിലിരിക്കണം. അഗ്നിവീർ എന്ന് പറയുന്നത് തികച്ചും വളരെ വിപ്ലവാത്മകമായ ഒരു കാൽവെപ്പ് തന്നെയായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് അപ്പൊ അഗ്നിവീറിന്റെ ഭാഗമായവർ പിന്നീട് അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ എംപ്ലോയ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാലാകാലമായി മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയാം. നമുക്ക് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ ട്രെൻഡുകൾ വരും. ഉച്ചയോടുകൂടി തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും പുറത്തു വരും. അപ്പോൾ നമുക്കറിയാം ഈ ഹരിയാനയിലെ സൈനികരുടെ കുടുംബങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, ഹരിയാനയിലെ കർഷകർ എങ്ങനെ പ്രതികരിക്കുന്നു, ഹരിയാനയിലെ ഗുസ്തി താരങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട സമൂഹങ്ങൾ അവരെങ്ങനെ പ്രതികരിക്കുന്നു, യുവജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, സ്ത്രീകൾ എങ്ങനെ പ്രതികരിക്കുന്നു, ഇതെല്ലാം തന്നെ നമുക്ക് ഏതാനും മണിക്കൂറുകളിൽ തന്നെ അറിയാൻ സാധിക്കും.